എല്ലാത്തിന്റെയും അവസാനം അത് മദീനയാണ്. അതല്ലേ ഹബീബായ തങ്ങൾ പറയുന്നു, അൽ ഈമാനു യുഹരിസു മിനൽ മദീന. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്. മോനെ കണ്ണു നിറയിച്ചല്ലോടാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ കണ്ണു നിറയുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നമ്മുടെ മക്കൾ ഇങ്ങനെ പറയുമോ? അല്ലെങ്കിൽ ഇങ്ങനെ പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും ഇൽമ പഠിക്കുന്ന ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിരിക്കണം. നാളെ നമ്മുടെ ഖബറിന്റെ ചാരത്ത് വന്ന് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് ദുആ ചെയ്യാൻ, നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗം ചോദിച്ചു വാങ്ങിത്തരാൻ നാളെ മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ സദസ്സിൽ ഇൽമ പഠിക്കുന്നവർക്ക് അവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല വലിയ സിംഹാസനം സംവിധാനം ചെയ്യുമ്പോൾ അതിൽ നമുക്കൊന്ന് ഇരിക്കണ്ടേ അഭിമാനത്തോടുകൂടി? ഈ ദുനിയാവിൽ ഏറെ കിട്ടുന്നതിനേക്കാൾ മൂല്യമായിരിക്കും അത് എല്ലാവരുമുള്ള അള്ളാഹുവിന്റെ മഹ്ശറയിൽ അള്ളാഹു സ്പെഷ്യലായി പരിഗണിക്കുന്നവർ കൂടാൻ ഒരു ആലിമിന്റെ, ഒരു മുത്തഅല്ലിമിന്റെ മാതാപിതാക്കളായാൽ മാത്രം മതി. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റിത്തരട്ടെ. നാളെ സ്വർഗത്തിൽ കൈപിടിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റട്ടെ. എനിക്കും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കുട്ടിക്കാലം. കുടുംബത്തിലാരും ആലിമീങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു മാർഗത്തിൽ പോകാൻ പറഞ്ഞു തരാനും മറ്റാരുമില്ലായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ പുതുപ്പള്ളി ജുമാ മസ്ജിദിലെ ഖത്തീബ് ഉസ്താദായ പ്രിയപ്പെട്ട അസ്ലം ബാഖി ഉസ്താദ് താമരക്കുളം, അവൻ നമ്മളെ മെല്ലെ ഇങ്ങനെ ചേർത്ത് പിടിക്കും, നന്മകൾ ഉപദേശരും. അങ്ങനെ എന്നെ ആറ്റിങ്ങൽ മഖ്ദൂമിയ ദഅവാ കോളേജിലേക്ക് എത്തിച്ചു. അവിടെ അൽഹംദുലില്ലാ പ്രിയപ്പെട്ട ഉസ്താദ് ഡോക്ടർ ഫാറൂഖ് നഈമി അവർ, അതുപോലെ തന്നെ സൈനുദ്ദീൻ മഅലവി തങ്ങളെന്ന പ്രിയപ്പെട്ട രണ്ട് മുത്തുമണികൾ ചേർത്ത് പിടിക്കുകയും ആ കലാലയത്തിലാണ് ഈ മുത്തഅല്ലിം പഠിച്ചു വന്നത്. അൽഹംദുലില്ലാ വലിയ അറിവൊന്നുമുള്ള പണ്ഡിതനൊന്നുമല്ല ഞാൻ, എന്നാലും ഒരു ചെറിയ ഇൽമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞത് ഞാൻ ഓർക്കുന്നു. അന്ന് ആ ദിവസം ആ സ്ഥാപനത്തിലേക്ക് പോയത് കൊണ്ട് മാത്രമാണ്. എനിക്ക് എന്റെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയുന്നു, പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നു. അള്ളാഹുവെ എക്കാലവും അങ്ങനെ ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കളിലും വളർന്നു വരട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇൽമ പറയുന്ന, പഠിപ്പിക്കുന്ന, സേവനം ചെയ്യുന്ന നല്ല ആലിമീങ്ങൾ അള്ളാഹു സ്വീകരിക്കും. മക്കളെ ആലിമീങ്ങളാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതൊന്ന് ഷെയർ ചെയ്തേരെ, അതുപോലെ തന്നെ ഒന്ന് കമന്റ് വിട്ടേരെ. നമുക്കറിയാലോ എത്ര പേരുടെ മനസ്സിൽ അതുണ്ടെന്ന്.